അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പൊന്നുമക്കളെ, എല്ലാവരും പരീക്ഷാ തിരക്കിലാണ്. പരീക്ഷയൊക്കെ ആവാനായി തുടങ്ങുകയാണ്. പലർക്കും പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പലരുടെയും മനസ്സിൽ ഒരു സംശയമുണ്ട്, ഈ പരീക്ഷ ഒന്ന് എളുപ്പമായി കിട്ടാൻ. ചിലർ നല്ലോണം പഠിക്കുന്നൊക്കെയുണ്ട്, എന്നാൽ പരീക്ഷാ ഹാളിൽ എത്തുമ്പോൾ ആ ഉത്തരം ഇങ്ങോട്ട് കിട്ടുന്നില്ല, വേണ്ട പോലെയൊന്നും എഴുതാൻ കഴിയുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും വേണ്ടത്ര മാർക്കൊന്നും ലഭിക്കുന്നില്ല. ഇങ്ങനെയുള്ള ചിന്തകൾ പലർക്കും ഉണ്ടാകും. അപ്പോൾ ഇതിനൊക്കെ പരിഹാരമായിക്കൊണ്ട് ഇസ്ലാമിൽ എന്താണ് വഴി, ഇസ്ലാമിക ചികിത്സ എന്താണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുവാൻ പോകുന്നത്. വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു രീതിയാണ് ഞാൻ ഇവിടെ മനസ്സിലാക്കുവാൻ പോകുന്നത്. ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആ പരീക്ഷയിൽ നിങ്ങൾക്ക് ഉന്നത വിജയം തന്നെ ലഭിക്കും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നല്ല എളുപ്പത്തിൽ പരീക്ഷ എഴുതുവാനും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓരോന്നിൻ്റെ ഉത്തരം ലഭിക്കുവാനും നിങ്ങളുടെ ചിന്ത, പരീക്ഷാ ഹാളിൽ നിന്നും നിങ്ങളുടെ ചിന്ത നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും അതുപോലെ തന്നെ ആ പരീക്ഷകളിൽ നിങ്ങൾക്ക് ഉന്നത വിജയം ലഭിക്കുവാനും തീർച്ചയായും ഈ വഴികൾ നിങ്ങൾക്ക് ഫലപ്രദമാകുന്നതാണ്. അതുകൊണ്ട് ഈ ക്ലാസ് നല്ല രീതിയിൽ അവസാനം വരെ കേട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ പറയുന്നത് പോലെ ചൊല്ലുകയും ഓതുകയും ചെയ്താൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ഉന്നത വിജയം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് തഹജ്ജുദിന് ശേഷവും അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിക്കൊണ്ട് പരീക്ഷാ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ സ്വലാത്ത് ചൊല്ലുക. തഹജ്ജുദിന് ശേഷം 4 തവണയും, തഹജ്ജുദിന് ശേഷം 4 തവണയും, അതുപോലെ തന്നെ പരീക്ഷാ ദിവസങ്ങളിൽ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് 12 തവണയും ഈ സ്വലാത്ത് ചൊല്ലുക. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ മുഹ്യിൻ നുഫൂസി സ്വലാത്തൻ തുസ്ഇദുനാ ബിഹാ ഫീ ജമീഅദ് ദുറൂസി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم صل على سيدنا محمد محيي النفوس صلاة تسعدنا بها في جميع الدروس وعلى آله وصحبه وسلم. ഒന്നുകൂടെ ചൊല്ലാം. اللهم صل على سيدنا محمد محيي النفوس صلاة تسعدنا بها في جميع الدروس وعلى آله وصحبه وسلم. ഈ സ്വലാത്ത് തഹജ്ജുദിന് ശേഷം 4 തവണയും അതുപോലെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിക്കൊണ്ട് പരീക്ഷാ ദിവസങ്ങളിലൊക്കെ തന്നെ 12 തവണയും ഈ സ്വലാത്ത് ചൊല്ലുക. സ്വലാത്ത് ചൊല്ലുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശം മനസ്സിൽ തട്ടിക്കൊണ്ട്, എന്താണ് നിങ്ങളുടെ ആഗ്രഹം? പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കണം. ആ ഉദ്ദേശം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നല്ല ആത്മാർത്ഥമായിക്കൊണ്ട് സ്വലാത്ത് ചൊല്ലാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്തതായി ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ 5 വക്ത് നിസ്കാരത്തിന് ശേഷവും 3 പ്രാവശ്യം അലം നശ്റഹ് സൂറത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലം നശ്റഹ് ലക സദ്റക ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ഈ സൂറത്ത് വളരെ ചെറിയ സൂറത്താണ്. ഈ സൂറത്ത് പരീക്ഷ കഴിയുന്നത് വരെ അല്ലെങ്കിലും ഈ സൂറത്ത് പതിവാക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ പരീക്ഷ കഴിയുന്നത് വരെ 5 വക്ത് നിസ്കാരത്തിന് ശേഷവും 3 പ്രാവശ്യം ഈ സൂറത്ത് ഓതാൻ ശ്രദ്ധിക്കുക. ഓതുമ്പോൾ ശ്രദ്ധിക്കുക, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉദ്ദേശം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നല്ല ആത്മാർത്ഥമായിക്കൊണ്ട് തെറ്റാതെ ഓതാൻ ശ്രദ്ധിക്കുക. അടുത്തതായിക്കൊണ്ട് അലം നശ്റഹ് സൂറത്ത് 5 വക്ത് നിസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം ഓതുക എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഓതിക്കഴിഞ്ഞ ഉടനെ തന്നെ യാ ബാഖി യാ അല്ലാഹ്, യാ ബാഖി യാ അല്ലാഹ്, യാ ബാഖി യാ അല്ലാഹ് എന്ന നാമം 113 തവണ ചൊല്ലുക. 113 തവണ ചൊല്ലിയതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് 2 കൈയും മുകളിലോട്ട് ഉയർത്തി ആത്മാർത്ഥമായിക്കൊണ്ട് മനസ്സിൽ തട്ടി ദുആ ചെയ്യുക. തീർച്ചയായും ആ ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്നതാണ്.
നല്ല മനസ്സിൽ തട്ടിക്കൊണ്ട് ആത്മാർത്ഥമായിക്കൊണ്ട് ദുആ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഖുർആനിലെ 56-ാമത്തെ സൂറത്തായ സൂറത്തുൽ വാഖിഅയിലെ ഒരു ആയത്ത്, സൂറത്തുൽ വാഖിഅയിലെ ആയത്തായ വസ്സാബിഖൂനസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ എന്ന ആയത്ത് 11 തവണ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ, രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് 11 തവണ ഓതുക. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് 11 തവണ ഈ ആയത്ത് ഓതുക. എല്ലാ ദിവസവും പരീക്ഷ കഴിയുന്നത് വരെ തുടർച്ചയായിക്കൊണ്ട് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സൂറത്തുൽ വാഖിഅയിലെ ഈ ആയത്ത് 11 തവണ ഓതുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾക്ക് ഉന്നത വിജയം ലഭിക്കുന്നതാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ പരീക്ഷാ ഹാളിൽ നിന്നും നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ ഇതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തീരെ പഠിക്കാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോയാൽ, ഇത് മാത്രം ചൊല്ലിപ്പോയാൽ, ചില ആളുകൾ ഇനി കമൻറ്റ് ചെയ്യുന്നുണ്ടാകും, എന്ത് പല വീഡിയോക്കും നെഗറ്റീവ് ഇടാൻ ഒരുപാട് ആളുകളുണ്ടാവും. ചില ആളുകൾ ഇനി ചോദിക്കും, എന്ത് ഇത് ചൊല്ലിയാൽ മതിയോ, പഠിക്കുകയൊന്നും വേണ്ടേ, പരീക്ഷയിൽ വിജയിക്കുമല്ലോ എന്ന്. എന്നാൽ അങ്ങനെയല്ല, നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക തന്നെ വേണം. അതോടൊപ്പം ഈ രീതി കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കുന്നതാണ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്നും തന്നെ മറക്കുകയില്ല, എല്ലാം നിങ്ങളുടെ മനസ്സിലോട്ട് ഓർമ്മ വരുന്നതാണ്. പലർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ്, നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടാവും, എന്നാൽ ഇതൊന്നും എഴുതുന്ന സമയത്ത് ഓർമ്മ കിട്ടില്ല. ആവശ്യമുള്ള സമയത്ത് ഈ പഠിച്ചതൊന്നും ഓർമ്മ കിട്ടൂല. അപ്പോൾ അതിനൊക്കെ സഹായിക്കുന്ന വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഇസ്ലാമിക ചികിത്സാ രീതിയാണ് ഞാൻ ഇവിടെ മനസ്സിലാക്കിയിട്ടുള്ളത്. പരീക്ഷാ ഹാളിൽ നിന്നും ഇതുപോലെ നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചതൊക്കെ നിങ്ങളുടെ മനസ്സിലോട്ട് വരും. നിങ്ങൾക്ക് പരീക്ഷ എളുപ്പത്തിൽ എഴുതാൻ സാധിക്കും. നല്ല വിജയം തന്നെ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഉന്നത വിജയം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ, നിങ്ങളുടെ രക്ഷിതാക്കൾ ആഗ്രഹിച്ചതുപോലെ, നിങ്ങളുടെ വീട്ടുകാർ, നാട്ടുകാർ ആഗ്രഹിച്ചതുപോലെ നല്ല ഉന്നത വിജയം തന്നെ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മക്കളുടെയും പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി തരട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് സ്ഥിരമായി കേൾക്കുന്ന ഉമ്മ, പെങ്ങന്മാർ, സഹോദരന്മാർ, ഇവരുടെയൊക്കെ മക്കളെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല വിജയം നൽകട്ടെ. നമ്മുടെ പൊന്നുമക്കളുടെ പരീക്ഷയിലൊക്കെ തന്നെ ഉന്നത വിജയം നൽകട്ടെ. അവരുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ നല്ല ഒരു വിജയം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. നാളെ നമുക്ക് ഉപകരിക്കുന്ന നല്ല സ്വാലിഹായ, നല്ല അനുസരണയുള്ള നല്ല മക്കളായി അവർ വളരട്ടെ. നല്ല രീതിയിൽ നല്ല ഉയർച്ചയിലെത്തട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കട്ടെ. നാളെ മുത്തുനബിയോടൊപ്പം നമുക്ക് എല്ലാവർക്കും സ്വർഗം നൽകട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.